ബഹുഭ്രൂണിയായിട്ടുള്ള മാവിൻ്റെ വിത്ത് എന്ന് വെച്ചാൽ പോളി എംബ്രിയോണിക് മാംഗോ സീഡ്. എന്താണ് ബഹുഭ്രൂണി അല്ലെങ്കിൽ പോളി എംബ്രിയോണി എന്ന് പറയുന്നത്? ഒരു മാവിൻ്റെ മേലിൽ നിന്നുണ്ടാകുന്ന മാമ്പഴത്തിൻ്റെ അണ്ടി സീഡ്, ഒന്നിൽ കൂടുതൽ വിത്തുകൾ അടങ്ങിയ സീഡിനെയാണ് പോളി എംബ്രിയോണിക് സീഡ് എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഒന്ന് ഇതാ ഇവിടെ, രണ്ട് ഇതാ കണ്ടോ ഇവിടെ, മൂന്ന് ഇതാ വേറെ ഒന്നിൽ നിന്ന് കണ്ടോ. ഇത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നത് കണ്ടോ. പോളി എംബ്രിയോണിക് വിത്തുകളുടെ ഗുണം എന്തെന്ന് വെച്ചാൽ, ഈവൻ പോളിനേഷൻ നടന്നാലും ഇതിലെ ബഹുഭൂരിപക്ഷം വിത്തുകളും നമുക്ക് മാതൃഗുണം തന്നെ തരുന്ന തൈകളായിരിക്കും ഉണ്ടാവുക. ഇതിൽ കരുത്തുറ്റ തൈ ഏതാണോ അത് പിന്നീട് വളർന്ന് വലുതാകുകയാണ് സാധാരണ പതിവ്. ചിലപ്പോൾ രണ്ടും ഒരേ രീതിയിൽ വളർന്നു വരാം. അല്ലെങ്കിൽ ഇതിൽ നിന്ന് നമുക്ക് ഇപ്പോൾ ഈ അവസ്ഥയിൽ 1, 2, 3 തൈകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റാവുന്നതുമാണ്. അപ്പോൾ പോളി എംബ്രിയോണിക് തൈകളുടെ അല്ലെങ്കിൽ സീഡിൻ്റെ മുഖ്യ ഗുണം എന്തെന്ന് വെച്ചാൽ, ഇതിന് മാതൃഗുണം ഉണ്ടായിരിക്കും. ഗ്രാഫ്റ്റിങ്ങോ ബഡ്ഡിങ്ങോ മറ്റ് പ്രൊപ്പഗേഷൻ മെത്തേഡുകളോ ഒന്നും തന്നെ ഉപയോഗിക്കാതെ നമുക്ക് ഇതിൻ്റെ തൈകൾ ഉൽപ്പാദിപ്പിച്ചെടുക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് പോളി എംബ്രിയോണിക് തൈകളുടെ മുഖ്യ ആകർഷണം. പക്ഷെ സാധാരണ വിത്ത് മുളച്ചു വരുന്ന തൈകൾ ഏകദേശം ഒരു 5 മുതൽ 6, 7 വർഷം വരെയൊക്കെ എടുക്കാറുണ്ട്. ചില മാവുകൾ 3, 4 വർഷത്തിൽ കായ്ക്കാറുമുണ്ട്. എങ്കിലും നമുക്ക് ഗ്രാഫ്റ്റിങ്ങോ ബെഡിങ്ങോ അറിയാത്ത ആളുകൾക്ക് മൂവാണ്ടൻ, കോട്ടുകോണം, കുളമ്പ്, കോമാങ്ങ ഇതുപോലെയുള്ള പല തരം മാവുകളും പോളി എംബ്രിയോണിക് സീഡുകളാണ്. കേട്ടോ, 3 സെപ്പറേറ്റ് വ്യത്യസ്തമായ തൈകളാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്കിത് 3 എന്ത് ചെയ്യാം? 3 കവറിൽ കുഴിച്ചിട്ടാൽ നമുക്ക് 3 തൈകൾ കിട്ടുന്നതാണ്. നമുക്കിത് ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുകയോ അല്ലെങ്കിൽ നേരിട്ട് മണ്ണിൽ ഇതുപോലെ നടുകയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ പോളി എംബ്രിയോണിക് സീഡിൻ്റെ വിളഞ്ഞ എന്ന് വെച്ചാൽ മുളച്ചു വന്ന തൈ നമുക്ക് കാണാൻ സാധിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി എന്ന് കരുതുന്നു. സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മോണോ എംബ്രിയോണിക് സീഡുകളാണ്. മോണോ എംബ്രിയോണിക് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഭ്രൂണം മാത്രമുണ്ടാകുന്ന തൈകളാണ് മോണോ എംബ്രിയോണിക് സീഡുകൾ. ഇത് സാധാരണഗതിയിൽ പോളിനേഷൻ നടന്ന് ഒരു പുതിയ വെറൈറ്റി ആവാനാണ് സാധ്യത. ഉദാഹരണത്തിന് നീലം, മൽഗോവ, കാലാപ്പാടി, മല്ലിക, വെങ്ങനപ്പള്ളി മുതലായ ഹൈ ക്വാളിറ്റി മാമ്പഴങ്ങളെല്ലാം മോണോ എംബ്രിയോണിക് സീഡുകളാണ്. ഇതിൻ്റെ സീഡ് ഇട്ട് കഴിഞ്ഞാൽ മാതൃഗുണം നമുക്ക് കിട്ടില്ല. മാതൃഗുണം കിട്ടണമെങ്കിൽ പോളി എംബ്രിയോണിക് സീഡ്, ബഹുഭ്രൂണികളായിട്ടുള്ള സീഡുകൾ നടണം. നമ്മൾ നേരത്തെ കാണിച്ചു. അപ്പോൾ മോണോ എംബ്രിയോണിക് സീഡുകളുടെ മറ്റൊരു ഗുണം എന്തെന്ന് വെച്ചാൽ, ഇത് പോളിനേഷൻ നടന്ന് ഒരു പക്ഷേ മികച്ച വെറൈറ്റികൾ നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഒരു പക്ഷേ. സാധ്യതകൾ വളരെ കുറവാണ്. സാധാരണഗതിയിൽ ഇങ്ങനെയാണ് പുതിയ പ്ലാന്റുകൾ വികസിപ്പിച്ചെടുക്കാറ്. എങ്കിലും 1000-ഓ 10,000-ഓ തൈകൾ നട്ടാൽ അതിൽ 1, 2, 3 നല്ല വെറൈറ്റികൾ മാത്രം കിട്ടാനാണ് സാധ്യത. ഒത്തിരി ക്ഷമയോടെ കാത്തിരിക്കേണ്ട ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഇതിനെ ആരും തന്നെ അധികം മെനക്കെടാറില്ല. ഈ കാണുന്നത് മാവിൻ്റെ ടാപ്പ് റൂട്ടാണ്. അപ്പോൾ മോണോ എംബ്രിയോണിക് സീഡുകളുടെ കാര്യം മനസ്സിലായല്ലോ. പോളി എംബ്രിയോണിക് മാവുകളിൽ വളരെ അപൂർവമായാണ് പോളിനേഷൻ നടന്ന പാർട്ട് ജെർമിനേറ്റ് ചെയ്ത് അത് പുതിയ വെറൈറ്റി മാവുകളായി വരാറ്. വളരെ അപൂർവമാണ്. കൂടുതലും അത് മോണോ എംബ്രിയോണിക് സീഡുകളിലാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു മാവ് എങ്ങനെയാണ് മോണോ എംബ്രിയോ, പോളിയോ എംബ്രിയോ എന്ന് പറയുന്നതും എന്താണ് അതിൻ്റെ വ്യത്യസ്തമായ കാര്യങ്ങൾ എന്നുള്ളതും എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിച്ചു എന്ന് കരുതട്ടെ. നന്ദി. സംശയങ്ങൾ താഴെ കമൻറ്റുകളായി രേഖപ്പെടുത്തുക.